ഹലോ, നമുക്കിന്ന് ഒരു അടിപൊളി ചിക്കൻ കറി എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. 300 ഗ്രാം ചിക്കൻ നന്നായി ക്ലീൻ ചെയ്ത് അത്യാവശ്യം ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ വിനെഗറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ ഇതിനൊരു 30 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. ഇനി ഒരു പാത്രം ചൂടാക്കി 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചെറിയ 2 കഷ്ണം കറുകാപ്പട്ട, 2 ഏലക്കായ, 3 ഗ്രാമ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 15 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 2 മീഡിയം സൈസുള്ള സവാള വളരെ തിന്നായി അരിഞ്ഞതും, 2 പച്ചമുളക് അരിഞ്ഞതും, ഒരു 4 വെളുത്തുള്ളി ചതച്ചതും, ഒരു 1/4 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും ഈ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് എല്ലാം ഒന്ന് നന്നായി വാടി വരുന്നത് വരെ നമുക്കിതിനൊന്ന് ഇളക്കി കൊടുക്കാം. സവാളയും തക്കാളിയൊക്കെ ഇപ്പം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് മസാലയുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ ഇനി നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് മസാലയൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കാം. എല്ലാം ഒന്ന് നല്ലപോലെ മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനൊന്ന് അടച്ചു വെക്കാം. ഒരു 15 to 20 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ അടച്ചു വെച്ച് ചിക്കൻ കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഇത് അടച്ചു വെച്ച് വേവിക്കരുത്. ഇടയ്ക്ക് ഇതൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചിക്കനൊക്കെ വെന്ത് നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം എല്ലാം നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കുന്നതിന് മുന്നേ ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒരു 15-30 സെക്കൻഡ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓഫ് ആക്കാവൂ. ഇനി ഒരു 30 മിനിറ്റോ 1 അവറോ ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ടായിരിക്കും. ഇനി ചൂടോടെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാവുന്നതാണ് കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ പെട്ടെന്ന് ചിക്കൻ കറി ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു മെത്തേഡ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.